നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഫോണിലും വീടിന് മുകളിലെ സോളാർ പാനലിലും നിരത്തുകളിലൂടെ ഓടുന്ന ഇലക്ട്രിക് കാറുകളിലുമെല്ലാം ഒരു പൊതുവായ ഘടകമുണ്ട്. അത് വെള്ളിയാണ്. നമ്മൾ സാധാരണയായി ഒരു ആഭരണമായി മാത്രം കാണുന്ന ഈ ലോഹത്തിന് ഒരു രഹസ്യ ജീവിതമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആധുനിക ലോകത്തെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഇൻഡസ്ട്രിയൽ പവർ ഹൗസാണിത്. ഇന്ന് നമ്മൾ വെള്ളിയുടെ ആ ഇരട്ട മുഖമൊന്ന് അടുത്തറിയാൻ പോകുകയാണ്. അപ്പോ ശരിക്കും എന്താണ് ഇന്നത്തെ ലോകത്ത് വെള്ളിയുടെ റോൾ? വിലപിടിപ്പുള്ള ഒരു നിക്ഷേപമാണോ അതോ വ്യവസായങ്ങളുടെ നട്ടെല്ലാണോ? വാ, നമുക്കിതിന്റെ ഉത്തരമൊന്ന് കണ്ടുപിടിക്കാം. ഇതിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ വെള്ളി ആരാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് നോക്കണം. 2024 കണക്കുകൾ നോക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടുന്നത്. വെള്ളിയുടെ ആകെ ഡിമാൻഡിന്റെ 60% വരുന്നത് വ്യവസായങ്ങളിൽ നിന്നാണ്. അതെ, നിക്ഷേപത്തെയും ആഭരണങ്ങളെയുമൊക്കെ ബഹുദൂരം പിന്നിലാക്കി ടെക്നോളജിയാണ് വെള്ളിയുടെ ഏറ്റവും വലിയ കസ്റ്റമർ. ഇത് നമ്മൾ ചിന്തിച്ചതിലും അപ്പുറമാണല്ലേ? അപ്പോ നമുക്ക് വെള്ളിയുടെ ഈ ഒരു ഇൻഡസ്ട്രിയൽ സൈഡ്, അതിന്റെ വ്യാവസായിക മുഖം, അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ഭാവിയെ രൂപപ്പെടുത്തുന്ന ടെക്നോളജിയുടെ എല്ലാം ഹൃദയത്തില് വെള്ളി എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണാം. ഈ വ്യാവസായിക ആവശ്യകത ഇങ്ങനെ കുതിച്ചുയരുന്നതിനു പിന്നിലെ ഏറ്റവും വലിയ ഡ്രൈവർ ആരാണെന്നറിയോ? അത് ഗ്രീൻ എനർജിയാണ്, പ്രത്യേകിച്ചും സൗരോർജ്ജം. ലോകം മുഴുവൻ സോളാർ എനർജിയിലേക്ക് മാറുമ്പോൾ ഓരോ സോളാർ പാനലിലും വെള്ളി ഒരു നിർണായക ഘടകമാണ്. വരും വർഷങ്ങളിൽ സോളാർ പാനലുകളുടെ എണ്ണം ഇങ്ങനെ കുതിച്ചുയരുമ്പോൾ വെള്ളിയുടെ ആവശ്യകതയും അതോടൊപ്പം തന്നെ കുതിച്ചുയരും. അപ്പോൾ ഈ വളർച്ചയുടെ ഒരു സ്കെയില്, അതിന്റെ ഒരു വലിപ്പം നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? 2024 മാത്രം സോളാർ ഇൻഡസ്ട്രി ഉപയോഗിച്ചത് ഏകദേശം 19.76 കോടി ഔൺസ് വെള്ളിയാണ്. ഓർക്കണം, ഇത് ഒരൊറ്റ വ്യവസായം, അതും ഒരു വർഷം കൊണ്ട് മാത്രം ഉപയോഗിച്ച വെള്ളിയുടെ കണക്കാണ്. അപ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ ഇതിന്റെ ഒരു വ്യാപ്തി. സോളാർ പാനലുകൾ മാത്രമല്ലട്ടോ, അതിവേഗം വളരുന്ന വേറെയും ഒരുപാട് മേഖലകളിൽ വെള്ളിക്ക് പകരമായിട്ട് മറ്റൊന്നില്ല. ഇലക്ട്രിക് വാഹനങ്ങൾ, 5G ടെക്നോളജി, AI ഡാറ്റാ സെന്ററുകൾ, എന്തിന് നമ്മുടെ എല്ലാം കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ വരെ വെള്ളിയുടെ സാന്നിധ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വെള്ളിയുടെ മറ്റേ മുഖത്തേക്ക് വരാം. അതായത്, ഒരു നിക്ഷേപമെന്ന നിലയിൽ അതിന്റെ സ്ഥാനം എന്താണ്? എന്തുകൊണ്ടാണ് ചിലർ ഇതിനെ ഒരു അടിപൊളി അവസരമായി കാണുന്നത്, അതേസമയം മറ്റു ചിലർ കുറച്ച് സംശയത്തോടെ നോക്കുന്നത്? നമുക്ക് നോക്കാം. നിക്ഷേപകർ എപ്പോഴും നോക്കുന്ന ഒരു കാര്യമാണ് ഈ ഗോൾഡ് സിൽവർ റേഷ്യോ. സിമ്പിളായി പറഞ്ഞാൽ, 1 ഔൺസ് സ്വർണം വാങ്ങാൻ എത്ര ഔൺസ് വെള്ളി വേണം? ചരിത്രം നോക്കുകയാണെങ്കിൽ ഈ അനുപാതം ഇപ്പോൾ വളരെ കൂടുതലാണ്, ഏകദേശം 90-1 എന്ന നിലയിൽ. പല നിക്ഷേപകരും ഇതിനെ കാണുന്നത് വെള്ളിക്ക് യഥാർത്ഥത്തിൽ വില കുറവാണെന്നും ഭാവിയിൽ വില കൂടാൻ നല്ലൊരു ചാൻസ് ഉണ്ടെന്നുമുള്ള ഒരു സിഗ്നലായിട്ടാണ്. അപ്പോൾ ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു വശത്ത് നോക്കിയാൽ പണപ്പെരുപ്പത്തിൽ നിന്നും രാഷ്ട്രീയ അസ്ഥിരതകളിൽ നിന്നുമൊക്കെ നമ്മുടെ പണത്തിന് ഒരു സംരക്ഷണം തരുന്ന ഒരു സേഫ് ഹെവൻ അസറ്റാണ് വെള്ളി. പക്ഷെ മറുവശത്ത് നോക്കുമ്പോഴോ അതിന്റെ വില ഇൻഡസ്ട്രിയൽ എക്കണോമിയുടെ ഹെൽത്തുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്നു. അതുമാത്രമല്ല, നിലവിൽ ഭൂമിക്കു മുകളിൽ ഇഷ്ടം പോലെ വെള്ളിശേഖരമുണ്ട്. ഇത് വിലയിലൊരു വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകുന്നതിൽ നിന്നും തടഞ്ഞേക്കാം. ഓക്കേ, ഡിമാൻഡിന്റെ കാര്യം നമ്മൾ കണ്ടു, അത് ശക്തമാണ്. പക്ഷെ സപ്ലൈയുടെ കാര്യമോ? ഈ കൂടിവരുന്ന ആവശ്യത്തിനനുസരിച്ച് വെള്ളി നമുക്ക് കിട്ടുവോ? ഇവിടെയാണ് ഈ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് വരുന്നത്. കൂടുതൽ വെള്ളി വേണമെങ്കിൽ കൂടുതൽ ഖനനം ചെയ്താൽ പോരെ? അത്ര എളുപ്പമല്ല. കാരണം നമ്മൾ ഖനനം ചെയ്തെടുക്കുന്ന വെള്ളിയിൽ 70% കൂടുതലും വരുന്നത് ലെഡ്, സിങ്ക്, കോപ്പർ, ഗോൾഡ് ഇതൊക്കെ കുഴിച്ചെടുക്കുമ്പോൾ കൂടെ കിട്ടുന്ന ഒരു ബൈ പ്രോഡക്റ്റ് ആയിട്ടാണ്. അതിന്റെ അർത്ഥം വെള്ളിയുടെ വില കൂടിയെന്ന് കരുതി പെട്ടെന്ന് അങ്ങോട്ട് ഉൽപ്പാദനം കൂട്ടാൻ ഖനികൾക്ക് പറ്റില്ല. ഡിമാൻഡ് കൂടുകയും സപ്ലൈക്ക് അതിനനുസരിച്ച് എത്താൻ പറ്റാതാവുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികം, മാർക്കറ്റിൽ ഒരു കുറവ് വരും, ഒരു ഡെഫിസിറ്റ്. ലോകം ഉൽപ്പാദിപ്പിക്കുന്നതിനേക്കാൾ കൂടുതൽ വെള്ളി ഉപയോഗിക്കുന്നു. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല, കഴിഞ്ഞ 4 വർഷമായിട്ട് ഇതാണ് അവസ്ഥ. ഈ കമ്മി എത്ര വലുതാണെന്നറിയോ? 2024 മാത്രം, അതായത് ഒരൊറ്റ വർഷം കൊണ്ട് വിപണിയിൽ കുറവ് വന്നത് ഏകദേശം 15 കോടി ഔൺസ് വെള്ളിയാണ്. ആവശ്യത്തിന് വെള്ളി കിട്ടാനില്ല എന്നതിന്റെ ഇതിലും വലിയൊരു തെളിവ് വേണോ? അപ്പോൾ നമുക്ക് വെള്ളിയുടെ ഈ 2 മുഖങ്ങളെയും, അതായത് ഇൻഡസ്ട്രിയൽ ഡിമാൻഡും ഇൻവെസ്റ്റ്മെന്റ് അപ്പീലും ഒന്നുകൂടി ഒരുമിച്ച് കൊണ്ടുവരാം. ഭാവിയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഈ ഒരു വടംവലി എങ്ങോട്ട് പോകും? 2025 പ്രവചനങ്ങൾ നോക്കിയാൽ ഈ വടംവലി അതുപോലെ തന്നെ തുടരും എന്നാണ് കാണുന്നത്. 1. മാർക്കറ്റിലെ കമ്മി അതേപടി നിലനിൽക്കും.
2. വ്യാവസായിക ആവശ്യങ്ങൾ, പ്രത്യേകിച്ച് ഗ്രീൻ എനർജിയിൽ നിന്നുള്ളത് വളരെ ശക്തമായിരിക്കും. 3. ഉൽപ്പാദനം കൂടുന്നത് വളരെ പതുക്കെയായിരിക്കും, ഏകദേശം 2% മാത്രം. ചുരുക്കി പറഞ്ഞാൽ വിപണിയിലുള്ള ഈ ഒരു പ്രഷർ അടുത്ത വർഷവും കുറയാൻ പോകുന്നില്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വിപണിയിൽ ഇത്രയും കമ്മി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് വില അങ്ങ് റോക്കറ്റ് പോലെ കുതിച്ചുയരാത്തത്? വിദഗ്ധർ പറയുന്നത് നിലവിൽ ഭൂമിക്ക് മുകളിൽ തന്നെയുള്ള വലിയ വെള്ളിശേഖരങ്ങളാണ് ഒരു പരിധിവരെ വിലയെ പിടിച്ചു നിർത്തുന്നതെന്നാണ്. അപ്പോൾ ആ സ്റ്റോക്കുകൾ നല്ലപോലെ കുറഞ്ഞു തുടങ്ങുമ്പോൾ മാത്രമേ വെള്ളിയുടെ വിലയിൽ ഒരു യഥാർത്ഥ മാറ്റം നമ്മൾ കണ്ടു തുടങ്ങാൻ സാധ്യതയുള്ളൂ. അപ്പോ നമ്മൾ ഈ ഒരു വലിയ ചോദ്യത്തോടെയാണ് അവസാനിപ്പിക്കുന്നത്. ഒരു വശത്ത് കുതിച്ചുയരുന്ന തടയാനാവാത്ത വ്യാവസായിക ആവശ്യകത, മറുവശത്ത് അതിനനുസരിച്ചുയരാൻ മടിക്കുന്ന വിതരണം. ഈ 2 യാഥാർത്ഥ്യങ്ങൾക്കിടയിൽ ഒരു നിക്ഷേപ വസ്തുവും ഒരു വ്യാവസായിക ലോഹവും എന്ന നിലയിലുള്ള വെള്ളിയുടെ ഈ ഇരട്ട വ്യക്തിത്വങ്ങൾ ഒത്തുചേർന്ന് അതിന്റെ വിലയെ പുതിയ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകുമോ? കാത്തിരുന്ന് തന്നെ കാണണം.